നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇതുവരെ ശബരിമല കൊള്ളയിൽ കേട്ടുകൊണ്ടിരുന്നത് കട്ടളപ്പാളിയിലെയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയും പീഠം തുടങ്ങിയ സ്വർണം കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. അതിൽ കൊള്ള നടന്നു എന്നുള്ളതാണ്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്കും വ്യാപിക്കുന്ന വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെറും ഒരു മഞ്ഞുപാളിയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് കൊള്ളയുടെ വ്യാപ്തി ഇതിലും എത്രയോ വലിപ്പമുള്ളതാണ് എന്ന് വ്യക്തമാകുന്നു. ഈ പ്രഭാമണ്ഡലത്തിലുള്ള സ്വർണത്തിലെ പാളികൾ കൊണ്ടുപോയി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ സർക്കാരിനും അതുപോലെ തന്നെ CPM-നും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന പല കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം തന്നെ പുറത്തേക്ക് വിടുന്നത്. അയ്യപ്പൻ്റെ ഒരു പ്രഭാവലയമുണ്ട്. ആ പ്രഭാവലയം എന്ന് പറയുന്നത് വലിയൊരു പ്രകാശവും തേജസ്സും നിറഞ്ഞ ഒരു അയ്യപ്പനെ വിശ്വാസികൾ കാണുന്ന ഒരു തലമാണ്. അത് അവിടെയുള്ള അത്യപൂർവ ആഭരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഭാവലയമാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ പ്രഭാവലയത്തിന് കാരണമാകുന്ന അമൂല്യ വസ്തുക്കൾ, അതിന്മേൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അടക്കം കൊണ്ടുപോയി എന്നാണ്. ഒന്നും രണ്ടുമല്ല, ലിസ്റ്റ്, വളരെ വിശദമായൊരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ശ്രീകോവിലിലെ മിക്ക അമൂല്യ വസ്തുക്കളും ആഭരണങ്ങളും പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികളൊക്കെ അടർത്തി മാറ്റി. പകരം ഇപ്പോൾ സംശയിക്കേണ്ടത് അമൂല്യ വസ്തുക്കൾ മാറ്റി പുതിയ വസ്തുക്കൾ തിരികെ കയറ്റുമോ എന്നാണ്. നമ്മൾ ഇതുവരെ കേട്ടതിനേക്കാൾ ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കേൾക്കുന്നത്. ഒരു വശത്ത്, മറുവശത്ത് വമ്പന്മാരായ 3 പേർ ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുന്നു. നമുക്കറിയാം, എൻ വാസു, പത്മകുമാർ, ഏറ്റവും ഒടുവിൽ വിജയകുമാർ. എന്നാൽ ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു. കടകംപള്ളി ആദ്യ ദിന ചോദ്യം ചെയ്യലിൽ പറഞ്ഞ പല വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല, മറ്റുള്ളവരുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നില്ല. ഈ മൊഴികളിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന് ശേഷം തൊട്ടു പിന്നാലെ ഇന്നലെ നമ്മൾ കേട്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം 3 ആളുകളെ, ഗോവർദ്ധനെ, പങ്കജ് ഭണ്ഡാരിയെ, 3 പേരെ SIT കസ്റ്റഡിയിൽ വാങ്ങി ഒരു ദിവസം ശക്തമായി ചോദ്യം ചെയ്യലുകൾ, അവരെ ഒരുമിച്ചിരുത്തി വെവ്വേറെത്തി ചോദ്യം ചെയ്തതിന് ശേഷം ഇന്നലെ വൈകിട്ട് തിരികെ ജയിലിലേക്ക് വിട്ടു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത്, തനിക്ക് ഈ അനുമതി കിട്ടിയതിൻ്റെ പശ്ചാത്തലം അയാൾ വിവരിച്ചിരുന്നു അന്വേഷണ സംഘത്തോട്. താൻ ആദ്യം അന്നത്തെ ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഒരു അപേക്ഷ നൽകിയെന്നും ഈ അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ അയച്ചുവെന്നും അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതിയും കൊടുത്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പേരിലാണിപ്പോൾ പത്മകുമാർ അഴിക്കുള്ളിലായത്, എൻ വാസു അഴിക്കുള്ളിലായത്. എല്ലാറ്റിനുമൊടുവിൽ ഒരൊറ്റ ഉപ്പിൻ്റെ പേരിൽ വിജയകുമാർ അഴിയെണ്ണുന്നു. ഇവർ 3 പേരും നടപടിക്രമങ്ങൾ ചട്ടപ്രകാരം ഈ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട, സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിലാണ് അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ഒക്കെ അടിസ്ഥാന കാരണം സർക്കാരിൽ കൊടുത്ത ഒരു അപേക്ഷയാണെന്നും അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് അയച്ചത് വകുപ്പ് മന്ത്രിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ. തുടർന്ന് പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാർ പറയുന്നു, തന്നോട് നിർദ്ദേശിച്ചതനുസരിച്ച് ബോർഡിന് മുൻപാകെ ഇത്തരമൊരു പ്രപ്പോസൽ താൻ വെച്ചതാണ്. മന്ത്രിക്കും തന്ത്രിക്കുമൊക്കെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു. പിന്നീട് ദൈവതുല്യനായ ഒരാളുടെ ഇടപെടലുകൾ പുറത്തേക്ക് വരുമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. ആ ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വേട്ടനായ്ക്കളെയാണ് ഉപമിച്ചത്. അതിലപ്പുറം ശവന്തീനികളെ ഉപമിച്ചു. ചുരുക്കത്തിൽ വലിയ പകയിൽ അല്ലെങ്കിൽ വലിയ പിണക്കത്തിലാണ് പത്മകുമാർ. ഒരു വശത്ത് പാർട്ടി ഇപ്പോഴും അയാളെ സസ്പെൻഡ് ചെയ്യാതെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. കാരണം ഏതെങ്കിലും വിധത്തിൽ വീണ്ടും പ്രകോപിപ്പിച്ചാൽ പല സത്യങ്ങളും പത്മകുമാർ തുറന്നു പറയും, അതോടെ CPM തീരും. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തലം. പക്ഷേ ഇപ്പുറത്ത് കടകംപള്ളിക്കെതിരെ ഒരുപിടി ആരോപണങ്ങളാണ് നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്, കാണുന്നത്. SIT കടകംപള്ളിയുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കടകംപള്ളിയുടെ 13 വിദേശ യാത്രകളിൽ 8 എണ്ണം ഔദ്യോഗിക അംഗീകാരം നേടിയാണ്. പക്ഷേ 5 എണ്ണം സ്വകാര്യ സന്ദർശനങ്ങൾ. മറ്റൊന്ന്
കടകംപള്ളി ബംഗളൂരുവിലെ ഒരു മുന്തിയ ഹോട്ടലിൽ തങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ, അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരുന്നു എന്ന ആരോപണം, ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വാർത്തയായി വരുന്നു. മറ്റൊന്ന്, നമ്മുടെ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉദയേശ്വരം അല്ലേ, ഉദയേശ്വരം ക്ഷേത്രം സ്പോൺസർ ചെയ്യുന്നതിൽ മുന്നിൽ നിന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഇത് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി കടന്നു എന്ന് നേരത്തെ മുതൽ അന്തരീക്ഷത്തിലുള്ളൊരു വാർത്തയാണ്. മറ്റൊന്ന്, കഴക്കൂട്ടം മണ്ഡലത്തിലെ ചില വീടുകൾ നിർമ്മിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി കടന്നു എന്നുവെന്ന്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വളരെ ഷാർപ്പായിട്ട് നിഷേധിക്കുന്നുണ്ട് വീടുകളുടെ സ്പോൺസർഷിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടില്ല എന്ന്. പക്ഷേ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അന്വേഷണ സംഘത്തിന് കടകംപള്ളി മൊഴി കൊടുത്തത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴിയിൽ കടകംപള്ളി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിലേക്ക് തൻ്റെ കയ്യിലേക്ക് ഒരു അപേക്ഷ, ഒരു നിവേദനം തന്നിരുന്നു എന്നതിനെക്കുറിച്ച് തനിക്ക് ഓർമ്മയില്ല. കാരണം അത് പഴയ സംഭവമാണ്. ഒരുപാട് അപേക്ഷകൾ, നിവേദനങ്ങൾ തൻ്റെ കയ്യിൽ കിട്ടും. അതൊക്കെ അതത് വകുപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് ഒരു മന്ത്രി എന്ന നിലയിൽ താൻ ചെയ്തത്. അത്തരത്തിൽ ഏതെങ്കിലും നിവേദനങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് അയച്ചോ എന്നതിനെക്കുറിച്ച് തനിക്ക് ഓർമ്മയില്ല. ഇതാണ് ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ ഇവിടെ കാലികമായ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഒന്ന്, കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് സമ്മതിക്കുമ്പോൾ അതിലപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ വളരെ അടുത്ത മാനസിക ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. ആരോപണമല്ല, അതിലപ്പുറം ശബ്ദിക്കുന്ന പല തെളിവുകളും പുറത്തേക്ക് വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും ഇദ്ദേഹത്തെ, കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിരുന്നുവെന്നും ബംഗളൂരുവിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇത്തരം നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. അപ്പോൾ ഇതൊന്നും പൂർണ്ണമായി കടകംപള്ളി നിഷേധിക്കുന്നില്ല. ഏതെങ്കിലും തലത്തിൽ ഒരു സ്പോൺസറായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുന്ന ഒരാൾ, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടു എന്നതിൻ്റെ പേരിൽ അയാളുമായി ഒരു ആത്മബന്ധം സൂക്ഷിക്കേണ്ടതില്ല. ആ കാലഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവർക്കിടയിൽ വലിയ ബന്ധമുണ്ടായിരുന്നു എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇത്രയധികം ചേർത്ത് പിടിച്ചത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുത്തത്? ഒരു ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകി ഒഴിയാൻ ഒരിക്കലും വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല. ഏറ്റവും പരമപ്രധാനം മറ്റൊന്നാണ്, ദേവസ്വം ബോർഡ് വളരെ സ്വതന്ത്രമായ ഒരു ബോർഡാണെങ്കിലും CPM ഭരിക്കുന്ന കേരളത്തിൽ AKG സെൻറ്ററിൻ്റെ നിയന്ത്രണത്തിനപ്പുറം ഒരു ദേവസ്വം ബോർഡും ഇവിടെ ചലിക്കില്ല. ഒരു ദേവസ്വം ബോർഡ് മെമ്പറും പ്രവർത്തിക്കില്ല. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പേപ്പറിൽ ഒപ്പ് ചാർത്തില്ല. കാരണം അതിന് AKG സെൻറ്ററിൽ നിന്നുള്ള അനുമതി വേണം. അതുകൊണ്ടാണല്ലോ പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റി പകരം പാർട്ടിക്ക് വിധേയത്വമുള്ള പാർട്ടിയുടെ വലിയ സഖാക്കളെ, മൂത്ത സഖാക്കളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത്. നമുക്കറിയാം, പത്മകുമാർ, N വാസു, PS പ്രശാന്ത്, ഇവരൊക്കെ കറതീർന്ന പാർട്ടിക്കാരാണ്. ഇവർക്കൊക്കെ അവരുടെ പരമമായ ദൈവം എന്ന് പറയുന്നത് AKG സെൻറ്ററിലിരിക്കുന്ന ദൈവങ്ങളാണ്. ശബരിമലയിലെ വലിയ ദൈവത്തേക്കാൾ അവർ ഒരുപക്ഷെ ആരാധിക്കുകയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും അവർക്ക് ഉടയാഭരണങ്ങൾ അണിയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ AKG സെൻറ്ററിലിരിക്കുന്ന ദൈവങ്ങളായിരിക്കും. അപ്പോൾ ആ ദൈവങ്ങളെ വിട്ടൊരു കളി ഇവർക്കില്ല. ഒന്ന്. രണ്ട്, പൊതുവേ നിരീശ്വരവാദികൾ, വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ. അതിലപ്പുറം ശബരിമലയിൽ നമുക്കറിയാം, ശബരിമല വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തവരാണ്. നവോത്ഥാനം ശബരിമലയിലും വേണമെന്ന് പ്രസംഗിച്ചവരാണ്. ആചാരങ്ങൾ തിരുത്തപ്പെടേണ്ടവയാണ് എന്ന് പ്രസംഗിച്ചൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ്. അപ്പോൾ ഇത്തരം കത്തുന്ന സത്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിൻ്റെ തലം, ഇവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ AKG സെൻറ്ററിനോ വകുപ്പ് മന്ത്രിക്കോ ദേവസ്വം ബോർഡിന് മേൽ ഈ കുറ്റമത്രയും ചാർത്തി കൈകഴുകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പത്മകുമാറിനെ ബലിയാടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. അതിൻ്റെ ഒരു പലവട്ടം നമ്മളിതെല്ലാം കണ്ടു. ഇപ്പോൾ കടകംപള്ളി പറയുന്നത് എല്ലാം ദേവസ്വം ബോർഡ് ചെയ്തു എന്ന്. ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയുന്നത്, വിജയകുമാർ പറയുന്നത്, ശങ്കർദാസ് പറയുന്നത്, ഞങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്, ഞങ്ങൾ വെറും മരപ്പൊട്ടന്മാർ എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. പത്മകുമാർ പറയുന്നിടത്ത് ഒപ്പുവെച്ച് കൊടുത്തു, സഖാവ് പറയുന്നത് ഞാൻ അനുസരിച്ചു എന്നാണ് വിജയകുമാറിൻ്റെ മൊഴി. പക്ഷേ ശങ്കർദാസിനെ സംബന്ധിച്ച് ശങ്കർദാസ് വളരെ ഒരു കട്സുള്ള നേതാവാണ്. CPI ആണെങ്കിലും ആൾ എല്ലാ കാര്യത്തിലും ആധികാരികതയോടെ ഇടപെടുന്നയാളാണ്. അപ്പോൾ വിജയകുമാർ ഒരുപക്ഷേ ഈ പറയുന്ന പോലെ ഒരു മരപ്പൊട്ടനായി
പത്മകുമാർ പറയുന്നിടത്ത് ഒപ്പുവെച്ച് കൊടുത്തു എന്ന് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ശങ്കർദാസ് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ശങ്കർദാസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ച് വളരെ ഇരുത്തം വന്ന ഒരു വലിയ നേതാവാണ്. അപ്പോൾ ശങ്കർദാസ് കൂടി ഇങ്ങനെ പത്മകുമാർ പറയുന്നിടത്തെല്ലാം ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഒറ്റ സഖാവിലേക്ക് എല്ലാ കുറ്റങ്ങളും ചാർത്തി കൊടുത്ത് അയാളെ അകത്താക്കി ബാക്കി എല്ലാവരും കൈ കഴുകാനുള്ള ഒരു ആസൂത്രിത നീക്കം ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് കടകംപള്ളി തന്നെ കടകംപള്ളിക്കുള്ള പണി ഒപ്പിച്ചു വെച്ചു. കടകംപള്ളി എന്ന് മൊഴി കൊടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാം, അത് നിഷേധിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലിരിക്കുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPM വലിയ സ്വാധീനമുണ്ടെന്ന് VD സതീശൻ എന്ന് പറഞ്ഞു. CPM പെയ്ഡ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ പ്രവർത്തിക്കുന്ന ചിലരുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇന്ന് സതീശൻ്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടത്. എങ്കിലും അയ്യപ്പ വിശ്വാസമുള്ള ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ നമുക്കറിയാം. ശശിധരൻ, വിനോയെ പോലെയുള്ളത്. അവർക്കൊന്നും അയ്യപ്പനെ വിട്ടൊരു കളിയില്ല. ഭയം, അത് അവർക്കറിയാം. അയ്യപ്പ കോപമേറ്റാൽ ജീവിതം തന്നെ കട്ടപ്പുകയാകും. പിന്നെ പണത്തിനോ ഈ സ്വാധീനത്തിനോ ബന്ധങ്ങൾക്കോ ഒന്നും ഒരു കഥയും കാണില്ല. അതുകൊണ്ട് തന്നെ അവർ സത്യസന്ധമായി ഇത് അന്വേഷിക്കുമെന്ന് ഇപ്പോഴും കേരളം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനാകുന്നത്, അന്വേഷണ സംഘത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്നത്, ഇപ്പോൾ AKG സെൻറ്ററിൽ ചെന്ന് തലയലച്ച് കരയുന്നത്, തന്നെ കൊലയ്ക്ക് കൊടുക്കരുത്, തന്നെ ബലിയാടാക്കരുത് എന്നൊരു പാർട്ടിക്ക് മുമ്പാകെ ഇങ്ങനെ കേണ് ഇരുന്ന് നടക്കേണ്ടി വരുന്നത്. എത്ര കേണിരുന്നാലും മറുവശത്ത് ആ തെളിവുകൾ അത് നിഷേധിക്കാൻ കഴിയില്ല. ഇതാണ് ഈ സംഭവങ്ങളുടെ ഒരു വശം. മറുവശം നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ ശബരിമലയിലെ അയ്യപ്പൻ്റെ ആ പ്രഭാവലയം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളറിയുന്ന രാവിലെ ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് വളരെ സ്വർണം പൊതിഞ്ഞ വ്യാളി രൂപങ്ങൾ, ധാരാളം അമൂല്യ വിഗ്രഹങ്ങൾ, ഇതൊക്കെ അവിടെ നിന്ന് മാറ്റി അതിൽ ഉണ്ടായിരുന്ന സ്വർണം പൊളിച്ചെടുത്ത് മറ്റ് സ്വർണം പൂശുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് 2 സ്വർണം പൊളിക്കലും പൂശലുമാണ്. ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ, 2 കട്ടിളപ്പടി വാതിൽപ്പാളി. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം 6ഓളം ഇടങ്ങളാണ്. ഈ 6 ഇടങ്ങളിൽ നിന്നായി ഏകദേശം 1 കിലോഗ്രാം സ്വർണം മാറ്റി എന്നാണ് പൊതുവെ ഇപ്പോൾ കരുതുന്നത് അന്വേഷണ സംഘം. അതിൻ്റെ മാർക്കറ്റ് വിലയല്ല. ഇപ്പോൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ എക്സാക്റ്റായിട്ട് ഇത്ര സ്വർണം പോയി എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇതിൻ്റെ 2ാം ഭാഗം. 3ാം ഭാഗം നമ്മളൊന്ന് ആലോചിച്ച്, ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ സമയപരിധിയും തീർന്നു. റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയുടെ ശകാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു. പക്ഷേ മോഷ്ടിച്ചെടുത്ത ഈ സ്വർണ്ണം എവിടെ പോയി? അതിപ്പോഴും വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. മോഷ്ടിച്ചെടുത്ത സ്വർണത്തെക്കുറിച്ച് അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല. ഡി മണിയും സംഘവും ദിണ്ടിഗലിൽ നിന്ന് ഇവിടെ എത്തി VIP-കളായി മടങ്ങിപ്പോയി. അവരെ ചോദ്യം ചെയ്തിട്ട് അവരെത്തും പിടിയില്ല എന്നൊക്കെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നില്ല. വളരെ ദുരൂഹമായ പല ഇടപാടുകളും ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. അന്വേഷണം തുടങ്ങിയെടുത്ത് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 5-6 പേരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് എന്ന് തൊഴിച്ചു നിർത്തിയാൽ എപ്പോഴും ഒരു മോഷണത്തിൻ്റെ ശക്തമായ തലം മോഷണം മുതൽ കണ്ടെത്തുക എന്നുള്ളത്, അത് ഇതുവരെ ഉരുപ്പടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉരുപ്പടിയല്ല, ഇതിൽ അമൂല്യ വസ്തുക്കൾ അതേപോലെ വിദേശങ്ങളിലേക്ക് കടത്തിയെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഇതൊക്കെ പകരം സൃഷ്ടിക്കപ്പെട്ട വെറും മാതൃകകളാണെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളികളാണെങ്കിൽ എന്ത് ചെയ്യും? വല്ലാത്തൊരു തലത്തിലെത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ ഒരു അന്വേഷണം. ഇവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ തന്നെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. മുൻപ് അവർ തന്നെ പങ്കുവച്ചൊരു പോസ്റ്റാണ്. അതായത് 2009 ശബരിമലയിലേക്ക് വന്നിട്ട് ഈ വിഗ്രഹങ്ങളിലൊക്കെ യന്ത്രങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളെയും എത്തിച്ച് സ്വർണം പൂശിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ മുൻപ് നടത്തിയിരുന്നു. എന്നാൽ 2019 ആകുമ്പോഴേക്കാണ് ഇത് അഴിച്ചു കൊണ്ടുപോയി ഇപ്പോൾ സ്വർണം പൂശുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഇത് അതിവിദഗ്ധമായി സ്വർണം വേർപെടുത്തിയെടുത്തു എന്ന് ഇന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇത് കൊള്ളയ്ക്ക് വേണ്ടി തന്നെ
ഇളക്കിക്കൊണ്ട് പോകുകയായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ വൈകാരികമായി കടകംപള്ളി പ്രതികരിച്ചെടുത്ത് മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ ചോദ്യം ചെയ്യലിന് പോയത് തലയിൽ മുണ്ടിട്ടല്ല, പട്ടാപ്പകൽ തന്നെയാണ് ഞാൻ പോയത്, എൻ്റെ കാറിൽ തന്നെയാണ് പോയത് എന്ന് കടകംപള്ളി പറയുന്നു. തനിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി വരുന്ന വി ഡി സതീശന് ഇതുവരെ ഹൈക്കോടതിയിൽ എനിക്കെതിരെ ഒരു കീറക്കടലാസ് പോലും കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചില വെല്ലുവിളികളും ഒക്കെ നടത്തുന്നുണ്ട്. 2019-20 തെളിവുകൾ കണ്ടെത്തേണ്ടത് വി ഡി സതീശൻ്റെ ഉത്തരവാദിത്വമല്ല. സതീശൻ അന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പോലുമല്ല. സതീശൻ പ്രതിപക്ഷ നേതാവായത് 2021 ഇത് 2019-20 കാലഘട്ടത്തിൽ നടന്നതാണ് ഈ കൊള്ള. മറുവശത്ത് പിന്നെന്തിനാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ ഉള്ളത്? പ്രത്യേക അന്വേഷണ സംഘത്തിന് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ CBI ഏൽപ്പിക്കട്ടെ, അത് ഹൈക്കോടതി ചെയ്യും. 1. 2, 2009 വളരെ എക്സ്പെർട്ടൈസുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിൽ സ്വർണം പൂശൽ നടത്തിയെന്നും തങ്ങൾക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതേ സ്മാർട്ട് ക്രിയേഷൻസിനെ ഉപയോഗിച്ച് ശബരിമല ശ്രീകോവിലിലെ വസ്തുക്കൾ അത്രയും കൊള്ളയടിച്ച് ഈ സ്വർണം പൊളിച്ചെടുത്ത വലിയ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് സ്വർണം എന്നൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞപ്പോൾ അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണെന്ന് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കാരണം ഇപ്പോൾ അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ട കിലോ കണക്കിന് സ്വർണത്തിൻ്റെ കഥയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ മറുവശത്ത് അന്തർദേശീയ മാർക്കറ്റിൽ വലിയ വില ഉള്ള പുരാവസ്തു കള്ളക്കടത്ത് ഇടപാടുകാരുമായുള്ള ബന്ധം അത് തെളിയിക്കപ്പെടാതെ നിൽക്കുന്നു. ഇതിൽ ഈ വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിനിടയിൽ എവിടെയോ ചില കണ്ണികൾ ബോധപൂർവം അന്വേഷണ സംഘം കൂട്ടിച്ചേർക്കുന്നില്ല. അത്തരം കൂട്ടിച്ചേർക്കലുകൾ നടന്നാൽ ഒരുപക്ഷെ ഭയാനകമായ ചില വെളിപ്പെടുത്തലുകളിലേക്ക് അത് കടക്കും. ഇപ്പോഴെന്താ, ശബരിമലയിൽ നിന്ന് കുറച്ച് പേര് കൂടി കുറച്ച് സ്വർണം കട്ടെടുത്തു, അതെല്ലാം കൊണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചു അന്വേഷണ സംഘം. അത് തിരികെ കൊടുക്കുന്നതോടുകൂടി ആ കഥ തീരും. മറ്റേ കള്ളം മോഷ്ടിച്ചവരെ പിടിച്ചു, മോഷണം മുതൽ തിരിച്ച് ഒരു പോക്കറ്റടി പോലെ അത്ര നിസ്സാരമായിട്ടാണ് സർക്കാർ ഇതിനെ ഇപ്പോൾ കാണുന്നത്. മറുവശത്ത് ആ പോക്കറ്റടി കേസ് ഇലക്ഷന് മുമ്പ് എല്ലാം പഞ്ചായത്താക്കി സെറ്റിലാക്കി മോഷണം മുതലും തിരികെ എടുത്ത് ശബരിമലയിൽ എത്തിച്ച് 2-3 മാസം റിമാൻഡിൽ കഴിഞ്ഞു, അവരെല്ലാം വിട്ടയച്ച് സംഗതി ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ വളരെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പക്ഷേ മറുവശത്തൊന്ന് ചിന്തിച്ചേ, അയ്യപ്പൻ്റെ ഇടപെടലുകൾ, ഇത്ര വലിയ വിവാദം 2019-20 കൊള്ള നടന്നു. പിന്നീട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായി ഇടപെടുന്നുണ്ട്. ആ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ പോലും കബളിപ്പിച്ച് ഇപ്പോഴല്ല ഇതിന് തൊട്ടുമുമ്പിലത്തെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത് വീണ്ടും അവിടെ ഇരുന്ന് സ്വർണ്ണപ്പാളി എല്ലാം കൂടെ പെറുക്കി സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്തു വിട്ടു. അയാൾ പറയുന്നത് ഇതൊക്കെ നിയമവിധേയമായിട്ട് ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് താൻ ചെയ്തതെന്ന്. പക്ഷേ ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് ഒരു കാരണവശാലും ഈ സ്വർണ്ണപ്പാളികളോ ഈ വിഗ്രഹങ്ങൾ, അമൂല്യ വിഗ്രഹങ്ങളൊന്നും അവിടെ നിന്ന് ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അത് തന്നെ ചട്ടവിരുദ്ധമാണ്. പത്മകുമാറിനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ, പത്മകുമാറിനെ റിമാൻഡിലാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ കൃത്യമായി PS പ്രശാന്തിനെതിരെയും പ്രയോഗിക്കേണ്ടി വരും. പ്രശാന്ത് വഴിക്കുള്ളിലേക്ക് പോകും. അപ്പോൾ ഇതൊരു വലിയ വൈപരീത്യമായി നമുക്ക് തോന്നാം. കാരണം അപ്രതീക്ഷിതമായി ഓരോരോ വമ്പന്മാർ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്നു, പുതിയ പുതിയ വമ്പന്മാർ വന്നു കയറുന്നു. വൻ സ്രാവ്, എല്ലാ വലയും പൊട്ടിച്ച് രക്ഷപ്പെടുമെന്ന് നമ്മൾ കരുതിയ വൻ സ്രാവുകൾ പോലും അയ്യപ്പൻ മുന്നോട്ടിടുന്ന തെളിവുകളിൽ തട്ടി വളരെ തകർന്നു വീഴുന്ന കാഴ്ച. അതിനെയൊന്നും അവർക്ക് മറിച്ചിടാനോ മറച്ചു വയ്ക്കാനോ കഴിയുന്നില്ല. എല്ലാം കത്തുന്ന തെളിവുകളായി മുന്നിൽ നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ്റെ ബന്ധമുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും അന്യായ ഇടപെടലുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. പിന്നീട് ഇതേ അന്വേഷണ രീതി കടകംപള്ളിക്ക് നേരെയും അവലംബിക്കേണ്ടി വരും. ഇപ്പോൾ പത്മകുമാറിനെതിരെ അവലംബിച്ച അന്വേഷണ രീതി, N വാസുവിനെതിരെ അവലംബിച്ച അന്വേഷണ രീതി. പക്ഷേ ഇതിനിടയിലൂടെ എപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ശങ്കർദാസിൻ്റെ കഥ നമുക്കറിയാം. 2 IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് കേരളത്തിൻ്റെ വിശ്വാസത്തിനേൽക്കുന്ന പ്രഹരമാണ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശബരിമല അവൻ്റെ ഹൃദയത്തിൻ്റെ കോവിലാണ്. അയാളുടെ ജീവിതവും ശബരിമലയിലെ വിശ്വാസവും തമ്മിൽ വല്ലാതെ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് സ്വാമിയായി നമ്മൾ സ്വയം മാറി ശബരിമലയിലേക്ക് ചെന്ന് ആ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് അയ്യപ്പനെ സ്വയം അയ്യപ്പനായി നമ്മൾ നിരൂപിച്ച്
അയ്യപ്പനിലേക്ക് അതിൻ്റെ ഒരു സങ്കല്പം തന്നെ അയ്യപ്പന് മുന്നിൽ പ്രാർത്ഥിക്കുകയല്ല, അയ്യപ്പനും നമ്മളും തമ്മിൽ താതാത്മ്യം പ്രാപിച്ച് നമ്മൾ അയ്യപ്പനായി മാറി നമുക്ക് വേണ്ടതൊക്കെ അയ്യപ്പനിൽ നിന്ന് പകർന്നു കിട്ടി ആ സന്നിധാനത്ത് നിന്ന് തിരികെ വരുന്ന ഒരു ദിവ്യാനുഭവമാണ്. അപ്പോൾ നമ്മളങ്ങ് ചെന്ന് സാക്ഷാൽ അയ്യപ്പനെ കാണുമ്പോൾ അയ്യപ്പന് ചുറ്റുമുള്ളൊരു പ്രഭാവലയം, ചിലർ പറയും അവിടെ ഒരു സ്വർണ്ണവർണ്ണ പ്രഭ നമുക്ക് ഫീൽ ചെയ്തു, നമുക്കത് കാണാൻ കഴിഞ്ഞു, അയ്യപ്പൻ തിളങ്ങുന്നത് കണ്ടു എന്ന് പറയുന്ന എത്രയോ വിശ്വാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥകൾ എന്നൊക്കെ നമുക്ക് കരുതിയാലും അവിടെ ഒരു വിശ്വാസത്തിൻ്റെ വലിയ തലമുണ്ട്. ഇത്രയേറെ ലക്ഷം ആളുകൾ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഒരുമിക്കുമ്പോൾ, ഒരു വലിയ ബിന്ദുവിലേക്ക്, ഒരു ശ്രീകോവിലിലെ അയ്യപ്പനിലേക്ക് ഒരേ പോയിന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ദിവ്യശക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിരൂപിക്കാൻ കഴിയില്ല. കാരണം ഇത്രയേറെ മനസ്സുകളുടെ വലിയൊരു ഊർജം, വലിയൊരു ജീവിതം, ലൈഫ് എന്ന് പറയുന്ന ഒരു എലമെൻ്റുണ്ട്. അത് കൃത്യമായി അയ്യപ്പനിലേക്ക് സന്നിവേശിക്കുകയാണ്, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുകയാണ്. നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് ചിലപ്പോൾ പറയും, വലിയ ഈ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന വലിയ വലിയ നേതാക്കൾ, അവർ ജനങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുമെന്ന്. ഇവിടെ അയ്യപ്പൻ ഊർജ്ജം സ്വീകരിക്കുകയല്ല, അയ്യപ്പനിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കാനായി എത്തുന്ന ലക്ഷോപലക്ഷം ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു താതാത്മ്യമുണ്ട്. ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യപ്പൻ്റെ പ്രഭാവലയം നഷ്ടപ്പെടുന്ന തലത്തിൽ അവിടെ കൊള്ള നടന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ അപകടം എത്ര വലുതാണ്. ഒരു ജാതിയോ മതമോ ഒന്നുമില്ല. കേരളത്തിൻ്റെ നിലനിൽപ്പ് പോലും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ്. വേറെ അവർക്ക് സംസാരിക്കാൻ പോലും ഒന്നുമില്ല. ഒരു വലിയ കാലഘട്ടം മുഴുവൻ അയ്യപ്പ വിശ്വാസികൾ, സ്വാമിമാർ, അവരെക്കുറിച്ചുള്ള ഇത് ഈ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന ഈ സ്വാമിമാർ നമ്മളെ സംബന്ധിച്ച് അവരിൽ തന്നെ ഒരു ദിവ്യത്വം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പവിത്രത, നമ്മുടെ വിശ്വാസം, നമ്മുടെ സംസ്കാരം, ഇതൊക്കെയായി ഇടകലർന്ന് കിടക്കുന്ന ഒരു വലിയ ശ്രീകോവിലിനെയാണ് ഇവർ ആക്രമിച്ചിരിക്കുന്നത്. പൊതുവെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ പറയും അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിച്ചാൽ അവർ നരകിച്ച് അവരുടെ ജീവിതം തീരൂ എന്ന്. ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത്രയേറെ വമ്പന്മാർ, ഇത്രയേറെ സമൂഹത്തിൽ ശക്തമായ സ്വാധീനമുള്ളവർ, ഒരു രാഷ്ട്രീയ സംഘടനയെപ്പോലും ഉള്ളം കയ്യിലിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നവർ, അവർ റിമാൻഡിലായി ഒരു ജാമ്യം പോലും ലഭിക്കാതെ അതിനകത്ത് കിടന്ന് നരകിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം. മിക്കവരും ജീവിതത്തിൻ്റെ അന്ത്യയാമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് പോലും ഒരു വൈദ്യസഹായം അനിവാര്യമായ പല പ്രതികളുമുണ്ട് ഇതിനകത്ത്. അവർക്ക് പോലും ആ റിമാൻഡിൽ കഴിയേണ്ടി വരുന്നു. അപ്പോൾ ഇതൊരു അയ്യപ്പൻ്റെ പ്രഹരമെന്ന് നമ്മളങ്ങനെ വിശ്വസിച്ച് പോകും. ഇത് സത്യമാണെങ്കിൽ നമ്മൾ കരുതുന്ന വൻ സ്രാവുകൾ അവരെ കാത്തിരിക്കുന്ന ഇതിനേക്കാൾ ഭയാനകമായ നാളുകളായിരിക്കും. കാരണം ഈ വമ്പന്മാരെയും ഈ സ്വാധീന ശക്തി ഉള്ളവരെയും ഒക്കെ ആളുകൾ ശബരിമല കൊള്ളയിലെ കള്ളന്മാർ എന്ന് വിളിക്കുന്നു. കള്ളന്മാർ എന്ന വിളി കേൾക്കുമ്പോൾ ചിലർക്ക് ഹാലിളകുന്നു, ചിലർ പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമായി ഒരു സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച. അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി CPM വലിയ ഒരു പൊട്ടിത്തെറിക്ക് കളമൊരുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി തൊട്ട് പിന്നാലെ SIT മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതായത് അടൂർ പ്രകാശുമായിട്ട് ഈ പറയുന്ന പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി സോണിയാഗാന്ധിയെ കാണാൻ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അവസരം ഒരുക്കി കൊടുത്തത് അടൂർ പ്രകാശാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അല്ല, ഒരു രാഷ്ട്രീയ കക്ഷിയും ഇത്തരം കൊള്ളക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ ഒന്നും വേർതിരിവുകളുമില്ല. കോൺഗ്രസ്സിലും ഉണ്ട് കൊള്ളക്കാർ, CPM-ലും ഉണ്ട് കൊള്ളക്കാർ. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രശ്നം മറ്റൊന്നാണ്. ഇതിൻ്റെ തീവ്രത, ഈ തീവ്രത അളക്കുന്ന മെഷീനുള്ളൊരു പാർട്ടിയാണ് CPM. അവരാ തീവ്രത ഒന്ന് അളക്കുന്നു നോക്കട്ടെ. അടൂർ പ്രകാശ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP-യാണ്, ആൻ്റോ ആൻ്റണി പ്രതിപക്ഷത്തിരിക്കുന്ന MP-യാണ്. ഈ രണ്ടുപേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഡീൽ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, അതിലൊന്നും ഒരു വ്യത്യാസവും. ഈ രണ്ടുപേർക്കും ചിലപ്പോൾ ഇലക്ഷൻ സമയത്ത് സ്പോൺസർമാരൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തിട്ടും ഉണ്ടാവും, അതും സത്യമായിരിക്കാം. പക്ഷേ ഇവർ ഇപ്പോൾ കേരളം ഭരിക്കുന്നവരോ കേരളത്തിൽ
ശബരിമലയുടെ നിയന്ത്രണമുള്ള ദേവസ്വം ബോർഡുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നവരോ അല്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടാവാം. സോണിയാഗാന്ധി അടക്കം കാണുക, കോൺഗ്രസ്സിലൊരു ബന്ധം സ്ഥാപിക്കുക. അതെന്തിനാണ്? കാരണം 2026 ഈ കിടുപിടി എല്ലാം കൂടെ താഴെ പോകുന്നു. ഇനി ഇവിടെ CPM ഭരണം ഉണ്ടാകില്ലെന്നും കൊച്ചുകുട്ടിക്ക് പോലും കേരളത്തിലറിയാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ 2026 കഴിഞ്ഞ് ഈ കച്ചവടം തുടരണമെങ്കിൽ കോൺഗ്രസ്സുകാരെ പിടിക്കണമല്ലോ. അപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എങ്ങനെയും എടുത്ത് മറ്റ് കോൺഗ്രസ്സുകാരെയൊക്കെ ഒന്ന് കാണിച്ചാൽ ഇവിടെ ആര് ഭരണത്തിൽ വന്നാലും ഇവിടെ ആര് അധികാരത്തിൽ വന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു VVIP ആയിരിക്കും. അയാൾക്ക് കളി അറിയാം. അയാൾ ഓരോരോ കാലഘട്ടത്തിലുള്ള ആളുകളെ കമഴ്ത്തി അടിച്ച് അയാളുടെ കച്ചവടം നടത്തും, അയാളുടെ കള്ളക്കളി നടത്തും, കൊള്ള നടത്തും. അപ്പോൾ അതിനുള്ള ഒരു ചൂണ്ട ഇട്ട് വെച്ചു. ആ ചൂണ്ടയിൽ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയും വീണ് എങ്കിൽ അവരെ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകട്ടെ. അവരതിനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്ന് എന്തെങ്കിലും സ്വർണം അവർ നക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ശിക്ഷിക്കപ്പെടണം. ഇതൊക്കെ അയ്യപ്പൻ്റെ നിയമം. അതിലൊന്നും നമുക്ക് അടൂർ പ്രകാശ് നിരപരാധിയാണെന്നോ ആൻ്റോ ആൻ്റണി നിരപരാധിയാണെന്നോ നമുക്കിപ്പോൾ പ്രഖ്യാപിക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ വസ്തുനിഷ്ഠമായി പരിശോധിക്കട്ടെ. പക്ഷേ അടൂർ പ്രകാശിനെയോ ആൻ്റോ ആൻ്റണിയോ ചൂണ്ടിക്കാട്ടി കൊടും കൊള്ളക്കാരെ രക്ഷപ്പെടുത്താമെന്ന് കരുതിയാൽ നമുക്കിങ്ങനെ പ്രസംഗിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അയ്യപ്പൻ വെറുതെ വിടില്ല. എന്തായാലും ശബരിമലയിൽ നടന്നിരിക്കുന്ന ഒരു കൊള്ള അത് ഞെട്ടിപ്പിക്കുന്ന തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളാണ് SIT തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് CPMന് അടിപതറിപ്പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അണികൾക്കും നേതാക്കന്മാർക്കും പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ ഭയമായി തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി. നമസ്കാരം.